എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇനി 2 ഉരുളക്കിഴങ്ങും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ സബോളയാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ 1/4 ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ കലക്കുന്ന ആ ഒരു പാകത്തിൽ കലക്കിയെടുക്കണം. ഈ ഒരു ഗോതമ്പ് പൊടിയിൽ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത ശേഷം ഈ ഒരു മാവ് നന്നായിട്ട് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും കട്ടിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഉണക്കമുളക് കുറച്ച് പോരാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു 1/4 ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു കട്ടിയിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. നന്നായിട്ട് ലൂസായിട്ട് പോകണ്ട, അതുപോലെ നല്ല കൂടുതൽ കട്ടിയും ആവണ്ട. ഇനി ഓരോന്നായിട്ട് നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. നന്നായിട്ട് കനം കുറയ്ക്കാതെ കുറച്ച് കട്ടിയിൽ തന്നെ ഇതിരിക്കണം. പിന്നെ ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇടുകയാണെങ്കിൽ ഈ ഒരു ദോശ തിരിച്ചും മറിച്ചും ഇടുന്ന ആ ഒരു ടൈമിൽ ഇത് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു വശം നന്നായിട്ട് ആയതിനു ശേഷം മാത്രം മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു വശത്ത് കുറച്ച് നെയ്യൊന്നാക്കി കൊടുക്കാം. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും അതുപോലെ ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്